എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് HSCയുടെ അപ്ഡേറ്റ്സും ഇവിടുത്തെ അയർലൻഡിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഫ്രീസിനെ കുറിച്ചുള്ള പുതിയ വാർത്തകളൊക്കെ നമ്മൾ അപ്ഡേറ്റ്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളോട് ചോദിച്ചത് എങ്ങനെ ഇങ്ങോട്ട് നല്ല റിക്രൂട്ടേഴ്സിനെ കണ്ടെത്താം, നേഴ്സുമാരായിട്ട് ഇന്ത്യയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അയർലൻഡിലേക്ക് വരാനായിട്ട് റിലയബിൾ ആയിട്ട് ഫ്രീ ആയിട്ട് റിക്രൂട്ട് ചെയ്യുന്ന റിക്രൂട്ടിംഗ് ഏജൻസികൾ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് യൂട്യൂബിലും നമ്മുടെ പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വന്ന കമന്റുകൾ. അതോടൊപ്പം തന്നെ ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചൊരു കാര്യമാണ്, നേരത്തെ തന്നെ സെലക്ടഡായി HSCD ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ റിക്രൂട്ട്മെന്റ് ബാൻ കാരണം അവരുടെ റിക്രൂട്ട്മെന്റ് ഫ്രീസ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ കാൻഡിഡേറ്റ്സിൻ്റെ ഒക്കെ അപ്ഡേറ്റ് എന്താണ് ഇനി അവരുടെ നെക്സ്റ്റ് സ്റ്റേജ്, അവരെ സെലക്ട് ചെയ്യുമോ അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഞാനൊക്കെ ഇങ്ങോട്ട് 2015 വന്ന ഏജൻസി ഉണ്ട്, നമ്മുടെ ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള IITR ഫ്രീ ആയിട്ടാണ് റിക്രൂട്ട് ചെയ്യുന്നത് അയർലൻഡിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലേക്ക്. അവരുടെ ത്രൂ ഒത്തിരി കാൻഡിഡേറ്റ്സ് ഇവിടെ എൻ്റെ ഒപ്പവും അതുപോലെ അതിന് ശേഷവും അതിന് മുന്നേ ഒക്കെ വന്നിട്ടുണ്ട്. വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു റിക്രൂട്ടറാണ് IITR ന്യൂഡൽഹി. അവർ സാധാരണ സോഷ്യൽ മീഡിയയിലും അതുപോലെ പേപ്പറിലൊക്കെ പരസ്യം കൊടുക്കാറുണ്ട് അയർലൻഡിലേക്കുള്ള ഇന്റർവ്യൂസിന്റെ കാര്യങ്ങളും അതുപോലെ വേക്കൻസീസ് ഒക്കെ വരുമ്പോൾ. മെയിൻ ആയിട്ട് ഇവിടെ HSC ഹോസ്പിറ്റലുകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന മറ്റ് നല്ല റിക്രൂട്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ കുറച്ച് പേരുടെ പേര് പറയുന്നതുകൊണ്ട് ഞാൻ പറയാത്ത പേര് മോശമാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏജൻസി ത്രൂ ആളുകൾ വരരുത് എന്നൊന്നും അല്ല മീനിങ്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളുകൾ വന്നിരിക്കുന്നതും അതുപോലെ എനിക്ക് നേരിട്ട് പരിചയമുള്ളതോ അല്ലാന്നുണ്ടെങ്കിൽ ആളുകൾ എന്നോട് റെക്കമെൻഡ് ചെയ്തതോ ആയിട്ടുള്ള ഏജൻസികളാണ് ഞാൻ ഈ ലിസ്റ്റിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് IITR കൂടാതെ ഇവിടെ ഐറിഷ് ബേസ്ഡ് ആയിട്ടുള്ള ഒത്തിരി റിക്രൂട്ടേഴ്സ് HSC ഹോസ്പിറ്റലുകളിലേക്ക്, അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടുതലും ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത്. കാരണം ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ആളുകളുടെ ഇന്ന് പൈസ മേടിച്ചിട്ടോ കമ്മീഷനും കൈക്കൂലിയൊക്കെ മേടിച്ചിട്ടൊന്നുമല്ല കൊണ്ടുവരുന്നത് കാൻഡിഡേറ്റ്സിനെ. അപ്പോൾ അത്തരത്തിലുള്ള ഏജൻസികളുടെ പേരുകൾ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. KCR, CPL, സർവീസ് സോഴ്സ്. അപ്പം ഈ പറയുന്ന ഏജൻസികളൊക്കെ ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലുള്ള വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ കാൻഡിഡേറ്റ്സിനെ സോഴ്സ് ചെയ്ത് ഇങ്ങോട്ട് പ്ലേസ്മെന്റ് നടത്തുന്ന ഏജൻസീസ് ആണ്. ഇവരുടെ എല്ലാം റിക്രൂട്ട്മെന്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങളുടെ വിസ പ്രോസസ്സിംഗ് ചാർജ്, വർക്ക് പെർമിറ്റിന്റെ ചാർജ്, അപ്പം അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങളെ ഒരു കാൻഡിഡേറ്റ്സിനെ ഫീസ് ആയിട്ട് അടയ്ക്കേണ്ട കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരത്തുള്ളൂ. അത് നേഴ്സസിന് വളരെ ഷോർട്ടേജ് ഉള്ള സമയങ്ങളിൽ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ ഈ പറയുന്ന ഫീസുകളെല്ലാം നിങ്ങൾ ജോലിക്ക് ജോയിൻ ചെയ്തതിന് ശേഷം എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാവർക്കും കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല, പലർക്കും കിട്ടിയിട്ടുണ്ട്. ഞാൻ വന്ന സാഹചര്യങ്ങളിലും പലതും നമുക്ക് റീഇംബേഴ്സ്മെന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഏജൻസികൾ കൂടാതെ തന്നെ പ്രൈവറ്റിലേക്കും മറ്റ് നേഴ്സിംഗ് ഹോമുകളിലേക്കൊക്കെ കൂടുതലായിട്ട് ആളുകളെ കൊണ്ടുവരുന്ന റിലയബിൾ ആയിട്ടുള്ള മറ്റ് റിക്രൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ CCM, റിക്രൂട്ട്നെറ്റ്, ബൗളർ റിക്രൂട്ട്മെന്റ് തുടങ്ങിയ ഏജൻസികളാണ്. ഇന്നേ വരെ ഈ പറഞ്ഞ ഏജൻസികളിൽ നിന്ന് ആർക്കും ഒരു മോശം അനുഭവം ഉണ്ടായതായിട്ടോ ഏതെങ്കിലും കാൻഡിഡേറ്റിന്റെ കയ്യിൽ നിന്ന് അവര് കമ്മീഷനോ കൈക്കൂലിയൊക്കെ മേടിച്ചതായിട്ടോ നമുക്ക് യാതൊരു അറിവുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ഉറപ്പുവരുത്തി നിങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഏത് റിക്രൂട്ടർ ആണെന്നുണ്ടെങ്കിലും ഏത് എംപ്ലോയർ ആണെന്നുണ്ടെങ്കിലും പ്രൊസീഡ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യാനുള്ള മാർഗങ്ങളും അതിന്റെ സോഴ്സസ് ഒക്കെ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ ഏജൻസികൾ കൂടാതെ ഐറിഷ് ബേസ്ഡ് ആയിട്ടുള്ള ഒത്തിരി ഏജൻസീസ് ഇവിടെ നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. പലരും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഓവർസീസ് കാൻഡിഡേറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു റിസ്ക് എടുക്കാറില്ല. കാരണം അതിന്റെ പ്രോസസ്സിങ്, അതുപോലെ കാൻഡിഡേറ്റിനെ സപ്പോർട്ട് ചെയ്യുക, ഗൈഡ് ചെയ്യുക, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്ട്രാ വർക്ക് കൂടിയാണ്. പിന്നെ ഈ HSCയുടെ അണ്ടറിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് മാത്രം റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികൾ വഴി തന്നെ നിങ്ങൾ ട്രൈ ചെയ്യണമെന്നില്ല. അവരുടെയൊക്കെ വേക്കൻസീസും അതുപോലെ സ്പെഷ്യാലിറ്റിയും അവർ നോക്കുന്ന കാൻഡിഡേറ്റ്സിന്റെ എക്സ്പീരിയൻസും ഒക്കെ നിങ്ങളുടെ പ്രൊഫൈലുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൈവറ്റ് ഓർഗനൈസേഷനിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടുകൂടെയാണ് മറ്റ് റിലയബിൾ ആയിട്ടുള്ള ഏജൻസീസിന്റെ കാര്യം കൂടെ ഞാൻ ഇതിനകത്ത് പറഞ്ഞത്. പലരും ഈ ഗവൺമെന്റ് റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കുന്ന സാഹചര്യത്തിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും നഴ്സിംഗ് ഹോമിലൊക്കെ ജോലി ചെയ്യുന്നവർ മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഗവൺമെന്റിലേക്കൊക്കെ. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ, നഴ്സിംഗ് ഹോം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വീണ്ടും വേക്കൻസീസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്കിപ്പം പ്രൈമറി ടാർഗറ്റ് നിങ്ങളുടെ ഗവൺമെന്റ് ജോലി ആണെങ്കിൽ പോലും അവിടെ ഒരു അവസരം കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ നഴ്സിംഗ് ഹോമിലൊക്കെ വന്ന് ജോലി ചെയ്തിട്ട് സ്റ്റാമ്പ് 4 എന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ റെസിഡൻസി പെർമിറ്റ് കിട്ടുന്ന ആ ഒരു കാലയളവ് വരെ ആ എംപ്ലോയറോടൊപ്പം ജോലി ചെയ്ത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ തുടരാം. നിങ്ങൾക്ക് ഒരു മാറ്റം ആവശ്യമാണെന്ന് തോന്നുകയാണെന്നെങ്കിൽ ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ തന്നെ
കുറേ പേര് നമ്മളോട് ചോദിച്ചു 2 വർഷത്തിന് മുന്നേ അല്ലാന്നുണ്ടെങ്കിൽ 1 വർഷത്തിനുള്ളിലൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് എംപ്ലോയറെ മാറ്റാൻ പറ്റുമോ, നഴ്സിംഗ് ഹോമിലോ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ ഒക്കെ വന്നിട്ട് HSCയിലേക്കൊക്കെ മാറാൻ പറ്റുമോ എന്നുള്ളത്. നിയമം അനുസരിച്ച് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എംപ്ലോയറെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. പക്ഷേ എന്നാൽ അതിന് വേണ്ടിയിട്ട് ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് 2 വർഷത്തേക്കാണ് വിസ സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പെർമിറ്റ് എംപ്ലോയർ സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലായിക്കോട്ടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ നഴ്സിംഗ് ഹോമിലോ എവിടെ ജോലി കിട്ടിയാലും ക്രിട്ടിക്കൽ സ്കിൽ പെർമിറ്റിൽ വരുമ്പോൾ ആദ്യത്തെ 2 വർഷം നമ്മളുടെ വിസ അതുപോലെ വർക്ക് പെർമിറ്റ് നമ്മുടെ എംപ്ലോയർ ആണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ എംപ്ലോയറുടെ കീഴിലാണ് നമുക്ക് വർക്ക് പെർമിറ്റ് അവർ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 വർഷ കാലയളവിൽ നമുക്ക് മറ്റൊരു എംപ്ലോയറിലേക്ക് മാറാനോ അവരുടെ കീഴിൽ ജോലി ചെയ്യാനോ അനുവാദമില്ല. അപ്പോൾ എംപ്ലോയർ നമ്മുടെ ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്ത് അതിനുവേണ്ട കാര്യങ്ങളും നടപടികളൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ആദ്യത്തെ 2 വർഷത്തേക്കുള്ള ക്രിട്ടിക്കൽ സ്കിൽ വർക്ക് പെർമിറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ബ്രേക്ക് ചെയ്യണമെങ്കിലും അതിൻ്റെതായ നിയമങ്ങളും നടപടികളും ഉണ്ട്. ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇതാണ്, നിങ്ങൾക്ക് എംപ്ലോയറുടെ അടുത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയോ അവിടെ സേഫ് അല്ല, അവിടുന്ന് എംപ്ലോയറുടെ അടുത്ത് മാറേണ്ടതായിട്ട് എന്തെങ്കിലും തക്കതായ കാരണങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാലിഡ് റീസൺ നിങ്ങൾക്ക് അടുത്ത എംപ്ലോയ്മെന്റ് പെർമിറ്റിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജോലിയും മാറാം, എംപ്ലോയറേയും മാറാം. ഈ പറയുന്ന 2 വർഷ കാലയളവിനുള്ളിൽ ജോലി മാറ്റാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു എംപ്ലോയറുടെ അടുത്ത് പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. അവരെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താനും അവർ ജോബ് ഓഫർ ചെയ്യാനും റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ എംപ്ലോയർ നിങ്ങളുടെ ജോലി റിസൈൻ ചെയ്ത് മാറുമ്പോൾ നിങ്ങളുടെ വർക്ക് പെർമിറ്റ് ക്യാൻസൽ ചെയ്യും. അതിനുശേഷം നിങ്ങളുടെ പുതിയ ജോലിയിൽ പ്രവേശിക്കാനും ഇവിടെ തുടരാനും വേണ്ടിയിട്ട് പുതിയ എംപ്ലോയറുടെ കീഴിൽ നിങ്ങൾക്ക് പുതിയ വർക്ക് പെർമിറ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പറഞ്ഞു കൂടുതൽ ഞാൻ പ്രധാനമായിട്ടൊരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാണ്. ഒരു കാൻഡിഡേറ്റിനെ റിക്രൂട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരണമെങ്കിൽ നിങ്ങളത് ഫ്രീ റിക്രൂട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ പൈസ കൊടുത്തിട്ടൊക്കെയാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിലും അതിന്റെ എല്ലാം പിന്നിൽ എംപ്ലോയർ നല്ലൊരു തുക ചെലവാക്കുന്നുണ്ട് നിങ്ങളുടെ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഒരു സാമാന്യ മര്യാദ എന്ന നിലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ 2 വർഷത്തെ ക്രിട്ടിക്കൽ സ്കിൽ പെർമിറ്റ് തീരുന്നിടം വരെയെങ്കിലും ആ എംപ്ലോയറോടൊപ്പം ഒക്കെ നിന്ന് ഒരു മര്യാദയൊക്കെ കാണിക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റാമ്പ് 4 ആയി റെസിഡൻസ് പെർമിറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ വേറൊരു എംപ്ലോയറെ കണ്ടുപിടിക്കുകയോ ജോലി മാറുകയോ ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. നമ്മുടെ ഈ വീഡിയോയുടെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിക്രൂട്ട്മെന്റ് ഒക്കെ റെസ്യൂം ചെയ്യുന്ന സാഹചര്യത്തിൽ വേക്കൻസീസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഈ ഒരു അവസരം മുതലെടുക്കാനായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല കഴിവും യോഗ്യതയും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സുമായിട്ട് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ നല്ലൊരു എംപ്ലോയറെ കണ്ടെത്താനും നല്ലൊരു റിക്രൂട്ടർ മുഖേന ഫ്രീ ആയിട്ട് റിക്രൂട്ട്മെന്റിൽ ഇവിടെ അയർലൻഡിൽ എത്തിപ്പെടാനും വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഹെൽപ്പ് ആവുമെങ്കിൽ അത് ഒരു സഹായമാകട്ടെ എന്ന് കരുതിയിട്ടാണ്. അതുപോലെ തന്നെ പലരും നമ്മളോട് ഈ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു തുടരെയായിട്ട്. ഏജൻസികളുടെയൊക്കെ വെബ്സൈറ്റ് ലിങ്കും മറ്റ് ഇൻഫർമേഷനും ഒക്കെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ഒക്കെ ഒന്ന് കയറി നോക്കുക, ചെക്ക് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ കമന്റ് ചെയ്യുക, നമ്മൾ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പുതിയ വീഡിയോസ് അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്